ഹലോ ഗേസ്, അസ്സാം വലൈക്കും. അപ്പോൾ എന്തൊക്കെ വർത്താനം, എല്ലാവർക്കും സുഖം വിചാരിക്കുന്നു. ഇന്ന് ഞാൻ വന്നിട്ടുള്ളതുണ്ടല്ലോ അടിപൊളി ബീഫ് വരട്ടിയതാണ് കേട്ടോ. അപ്പോൾ അത് ഈ ബീഫ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഐറ്റംസ് മാത്രം മതി. ഇത് ഞാൻ ഉണ്ടല്ലോ ഇൻസ്റ്റയിലോ ഇനി യൂട്യൂബിലോ ഒന്ന് കണ്ടതാണ് കേട്ടോ, ഒരു ഷെഫ് ഉണ്ടാക്കണ കണ്ടതാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി ബീഫ് കിട്ടുമ്പോൾ ഇതേമാതിരിക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നുള്ളത് കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഉണ്ടാക്കി നോക്കുന്നതും കഴിക്കുന്നതും കേട്ടോ. അപ്പോൾ അടിപൊളി ടേസ്റ്റ് തന്നെയായിരുന്നു. അപ്പോൾ നമുക്ക് ഇത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയല്ലോ. അപ്പോൾ കുറഞ്ഞ ഐറ്റംസ് മാത്രം മതി. ഇത് വെച്ചിട്ട് നമുക്ക് ബീഫ് അടിപൊളിയായിട്ട് തന്നെ നല്ല ടേസ്റ്റിൽ ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 1 കപ്പോളം ചെറുള്ളിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ചെറുള്ളിയൊക്കെ നല്ല ചേർക്കണം കേട്ടോ. പിന്നെ അതേമാതിരി തന്നെ 1 കപ്പ് മുളക് എടുത്തിട്ടുണ്ട്. ഇതുണ്ടല്ലോ, ഈ മുളക് ഞങ്ങൾ കടയിൽ നിന്ന് പഴുത്ത മുളക് കൊടുത്തിട്ട് അത് ഉണക്കിയതാണ് കേട്ടോ. അപ്പോൾ അത്യാവശ്യം നല്ല എരിവുണ്ടാവും. അപ്പോൾ കൂടുതലായിട്ട് കാശ്മീരി മുളകും പൊടിയും അല്ലെങ്കിൽ കാശ്മീരി മുളകും സാദാ മുളകും പാടെ പൊടിക്കായിരിക്കും നല്ലത്. അപ്പോൾ അത് നമുക്ക് ഇങ്ങനെ ക്രഷ് ചെയ്തെടുത്തിട്ടാണ് വേണ്ടത് കേട്ടോ. അപ്പോൾ അത് കുക്കറിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അതിന് വേണ്ടിയിട്ടൊരു കുക്കർ എടുത്ത് വെച്ചിട്ടുണ്ട്. 1 കിലോ ബീഫാണ് ഞാൻ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുക്കർ ഉണ്ടല്ലോ നല്ല ചൂടായി വന്നതിന് ശേഷം നമുക്ക് ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം. അത്യാവശ്യം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. പിന്നെ ഉണ്ടല്ലോ, നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത ആ ബെല്ലൈക്കൺ അടിച്ച് ഹോളെന്ന ഓപ്ഷനും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് വെക്കണേ. അപ്പോൾ അതേ നമ്മൾ ബീഫ് വരട്ടാൻ വേണ്ടിയിട്ട് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തിട്ടുണ്ട്. നല്ല ചൂടായി വന്നതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഒരു 2 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കുക. പിന്നെ അതിന് ശേഷം നമ്മൾ എടുത്ത് വെച്ചാൽ പിന്നെ ചെറിയുള്ളി ഉണ്ടല്ലോ, അതും കൂടി ഇട്ട് കൊടുക്കണം. അതും കൂടി ഇട്ടെടുത്ത് കുറച്ച് ഉപ്പൊക്കെ ഇട്ടെടുത്ത് ജസ്റ്റ് ഒന്ന് വയറ്റി കിട്ടിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഒരു 5 or 6 വെളുത്തുള്ളിയും ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി കൂടി ചേർക്കുക കേട്ടോ. ഇതൊട്ട് നിർബന്ധമില്ല, എൻ്റെ ഒരു ഇഷ്ടത്തിന് മാത്രം ചേർക്കുകയാണ്. ഇതില്ലെങ്കിലും വെറും പിന്നെ വറ്റൽമുളകും ചെറുള്ളിയും മാത്രം ഇട്ടിട്ടാണ് ഇത് വെക്കൽ കേട്ടോ. അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് വയറ്റി കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഓവറിട്ട് മുരിച്ചെടുക്കും കാര്യങ്ങളൊന്നും വേണ്ട, ജസ്റ്റ് നല്ലോണം ഒന്ന് വാടി കിട്ടിയാൽ മതി കേട്ടോ. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് നമ്മൾ ക്രഷ് ചെയ്ത് വെച്ച മുളകുണ്ടല്ലോ അതും കൂടി ഇട്ട് കൊടുക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, കടയത്തെ പഴുത്ത മുളകൊന്ന് ഉണക്കി പൊടിപ്പിച്ചതാണ് കേട്ടോ. പിന്നെ ഉണ്ടല്ലോ, നമ്മൾ മുളക് എടുക്കുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ കാശ്മീരി മുളക് എടുത്താൽ ഒന്നുകൂടി കളർ ഉണ്ടാവും കേട്ടോ. ബീഫിനൊക്കെ അത്യാവശ്യം നല്ല കളറും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. എരിവ് കുറവായിരിക്കും. അപ്പോൾ 2 മണി മിക്സാക്കി എടുത്താലും മതി. അപ്പോൾ അതായത് അത്യാവശ്യം നല്ല എരിവുണ്ട് കേട്ടോ. അത്രയും മുളക് പിടിച്ചിട്ട് ഇതിൻ്റെ ഒരു ഹാഫ് ഭാഗമാണ് കിട്ടിയത്. അപ്പോൾ അതായത് മുഴുവനായിട്ട് ഇട്ട് കൊടുക്കണില്ല കേട്ടോ, ഒരു 3/4 ഭാഗം മാത്രമേ ഇട്ട് കൊടുക്കണുള്ളൂ. ഒരു 3-4 ടേബിൾ സ്പൂണോളം ബാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എനിക്കറിയാം നല്ല എരിവുള്ള മുളകാണെന്നുള്ളത്. നമ്മൾ പഴുപ്പിച്ച് ഉണക്കിയതല്ല, നല്ല എരിവുള്ള മുളകാണ് കേട്ടോ. അപ്പോൾ അതാണ് ഞാൻ അത്രയും ചേർക്കുന്നത്. അപ്പോൾ അവനതിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് മുളക് ചേർത്ത് കൊടുക്കുക കേട്ടോ. എരിവ് കൂടുതൽ വേണം അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. അപ്പോൾ എല്ലാവരും ഇതേമാതിരത്തെ മുളക് എല്ലാം എടുക്കണേ കേട്ടോ. അപ്പോൾ അതാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. അപ്പോൾ അത് നമ്മളെ ബീഫ് ഉള്ളിയും മുളകൊക്കെ നല്ല ഒന്ന് വാടി നല്ല അതിൻ്റെ ആ പച്ച ടേസ്റ്റൊക്കെ ഒന്ന് മാറുന്ന വരെ ഇളക്കിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ബീഫ് ഇട്ട് കൊടുക്കണം. അപ്പോൾ അത് ഞാൻ 1 കിലോ ബീഫാണ് എടുത്തിട്ടുള്ളത് പറഞ്ഞില്ല. അപ്പോൾ അത് മുഴുവനായിട്ട് ഇട്ട് എടുത്തിട്ടുണ്ട്. നമുക്ക് നല്ലോണം ഒന്ന് ഇളക്കി മിക്സാക്കി കൊടുക്കണം. അപ്പോൾ അടിയിൽ നിന്ന് മസാലയും തക്കാളി എന്ന് പറയുന്നത് തക്കാളി ഒന്നും ഇട്ടിട്ടില്ല കേട്ടോ. ചെറുള്ളിയും പിന്നെ നമ്മളെ വറ്റൽമുളകൊക്കെ ഉണ്ടല്ലോ നല്ലോണം ഒന്ന് അടിയിൽ നിന്നൊക്കെ നല്ല ഇളക്കി നല്ല ബീഫുമൊക്കെ പിടിക്കാൻ കണ്ട് കുറച്ച് സമയം വെച്ചിട്ട് തന്നെ ഇളക്കിയെടുക്കണം. പിന്നെ ഉണ്ടല്ലേ, അതിൻ്റെ മുന്നിട്ട വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ദോശയാണ് കേട്ടോ. ദോശ പിന്നെ വെച്ചിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്, ബീഫും ദോശയും വെച്ചിട്ട്. അത് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബൊക്കെ ചെയ്യണേ. അപ്പോൾ അത് നമ്മളെ ബീഫുമേ എല്ലാം പിടിച്ചിട്ടുണ്ട്. കണ്ടില്ലേ, വറ്റൽമുളകും ഇതൊക്കെ നല്ലോണം പിടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കളറ് കുറവാണ് മുളകിന്, അതാണ് ഇങ്ങനെ തോന്നുന്നത്. പിന്നെ അത് ഞാനൊരു 2 ടേബിൾ സ്പൂണോളം വെള്ളം മാത്രമേ ഒഴിച്ച് കൊടുത്തിട്ടുള്ളൂ. അത്യാവശ്യം നെയ്യൊക്കെ ഉള്ള ബീഫാണ്. അപ്പോൾ വെള്ളം ചേർത്തിട്ടില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഞാൻ 2 സ്പൂൺ മാത്രം ചേർത്തിട്ടേ ഉള്ളൂ. പിന്നെ അത് മൂടി വെച്ചിട്ടുണ്ട്. ഒരു 4-5 വിസിൽ വരുന്ന വരെ വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഓരോരുത്തരുടെ ബീഫിനനുസരിച്ചും കുക്കറിനനുസരിച്ചൊക്കെ വേവിച്ചെടുക്കുക. അപ്പോൾ അത് കണ്ടില്ല, അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. നല്ല വെന്തിട്ടുണ്ട്, മസാലയൊക്കെ പിടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ആകെ 2 ടേബിൾ സ്പൂൺ വെള്ളം മാത്രമേ ഒഴിച്ചിട്ടുള്ളൂ. അത്യാവശ്യത്തിന് വെള്ളമുണ്ട്. വെള്ളം ഒട്ടും ചേർക്കാതെ തന്നെ ഉണ്ടാക്കിയെടുക്കണം കേട്ടോ. പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ പറഞ്ഞ മാതിരിക്ക് തന്നെ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഈ ബീഫ്. അപ്പോൾ ഇങ്ങനെയും ബീഫ് ഉണ്ടാക്കുക. കൂടുതൽ മസാലയും തക്കാളിയും സവോളയും ഇതിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇങ്ങനെ തന്നെ അടിപൊളിയായിട്ട് തന്നെ ബീഫ് ഉണ്ടാക്കിയെടുക്കുക. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഞാനിതൊരു വേറൊരു പാത്രത്തിൽ ഒഴിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഇതിലത്തെ ഗ്രേവി ഉണ്ടല്ലോ ഒന്നും കൂടെ ഒന്ന് വറ്റിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ കുറച്ച് ഉപ്പും കമ്മി ഉണ്ടായിരുന്നു. അപ്പോൾ ലേശം ഉപ്പും കൂടെ ഇട്ടെടുക്കുന്നുണ്ട്. പിന്നെ ഉണ്ടല്ലോ, എന്തായാലും ഒരു പ്രാവശ്യം നമ്മൾ ഒരേ രീതിയിൽ തന്നെ ഉണ്ടാക്കിയിരിക്കരുത് കേട്ടോ, ബീഫൊക്കെ ആണെങ്കിലും. അപ്പോൾ ഞാനെന്നൊരു 4-5 ഐറ്റംസ് ആയിട്ട് തന്നെ ഉണ്ടാക്കലുണ്ട്. പിന്നെ നമ്മൾ നാടൻ രീതിയിൽ മല്ലിപ്പൊടിയും പിന്നെ കുരുമുളകും പൊടിയൊക്കെ ഇട്ട് മണ്ണിൻ്റെ ചട്ടിയിലൊക്കെ അടുപ്പത്തൊക്കെ വെച്ച് അങ്ങനെ ഉണ്ടാക്കലുണ്ട് കേട്ടോ.
അപ്പോൾ എല്ലാം ഒരേ മാതിരിക്ക് തന്നെ ഉണ്ടാക്കാതെ ഇടയ്ക്കൊന്നും വ്യത്യാസമായിട്ട് ഉണ്ടാക്കി നോക്കുകൊണ്ടു. അപ്പോൾ ഇങ്ങനെ ഒന്ന് ബീഫ് എന്തായാലും ട്രൈ ചെയ്ത് നോക്കുകൊണ്ടു കേട്ടോ. അപ്പോൾ ഞാൻ ഷെഫിൻ്റെ വീഡിയോ കണ്ടിട്ടാണ് ഉണ്ടാക്കിയെടുത്തതെന്ന്. അപ്പോൾ എനിക്ക് തോന്നിയിട്ടോ ബീഫ് ഇട്ട് എനിക്ക് ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കാം, അതിന് എത്രത്തോളം ടേസ്റ്റ് ഉണ്ട് എന്താണെന്ന് അറിയാലോ എന്നുള്ളത്. അപ്പോൾ ഈ മുന്നിൽ അടിപൊളി ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. എന്തായാലും ഇതേമാതിരിക്ക് തന്നെ ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പും കൂടെ ഇട്ടെടുത്ത് നല്ലോണം ഇളക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് അത്രയും ബാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മൾ മുളക്. പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ പിന്നെ ഞാൻ ഇതേമാതിരിക്കൊന്ന് വറ്റിച്ചെടുത്ത് അങ്ങനെ എടുക്കുക, അല്ലെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് ലേശം കടുക് ഒരു 1/4 ടീസ്പൂൺ ചോടായിട്ട്, കടുകല്ല കേട്ടോ ഒലിവയും കൂടി ഇട്ടിട്ടൊന്ന് ഇളക്കി എണ്ണയിലിട്ടിട്ടൊന്ന് മിക്സാക്കി എടുത്താലും നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഒന്നുകൂടി എണ്ണ ഉണ്ടാവും, ഒന്നുകൂടി ടേസ്റ്റും കൂടുതൽ തന്നെയാണ്. അല്ലെങ്കിൽ ഇങ്ങനെ യൂസ് ചെയ്താലും മതി കേട്ടോ. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഗ്രേവി കുറച്ച് വറ്റിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളുണ്ടല്ലോ ഉച്ചയ്ക്ക് ഇങ്ങനെയാണ് ട്രൈ ചെയ്തത്. പിന്നെ വൈകുന്നേരം അപ്പോൾ ഞാൻ ഒന്നുകൂടി വ്യത്യാസം ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചെടുത്ത് കുറച്ച് ഉലുവയും കൂടി ഇട്ടിട്ടൊന്ന് കരിവേപ്പില ഇട്ടിട്ടൊന്ന് ഇളക്കിയെടുത്തിട്ടുണ്ട്. പിന്നെ അതുണ്ടല്ലോ ചൂട് ചോറിൻ്റെ കൂടെ അപ്പത്തിക്ക്, ചപ്പാത്തിക്ക്, പത്തിരിക്ക് ഇതൊക്കെ അടിപൊളി യൂസ്ഫുള്ളാണ് കേട്ടോ. പൊറാട്ടയ്ക്കൊക്കെ അടിപൊളിയാണ്. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ വോയിസ് നല്ല വ്യത്യാസം ഉണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞു കഴിഞ്ഞ വീഡിയോയിൽ ജലദോഷമൊക്കെ പിടിച്ചിട്ട് ചങ്കവേദനയൊക്കെ ആയിട്ടാണെന്ന്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ കണ്ടില്ലേ ഗ്രേവിയൊക്കെ അടിപൊളിയായിട്ടുണ്ട്. ഇത് ബീഫും പൊറാട്ടയൊക്കെ കൂട്ടി കഴിക്കുമ്പോണ്ടല്ലോ നല്ല കോമ്പിനേഷനാണ് കേട്ടോ. അപ്പോൾ എല്ലാ കൂട്ടുകാരോടും അസ്സലാമു അലൈക്കും.